പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകമെമ്പാടുമുള്ള പാപികൾക്ക് വേണ്ടി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ കൂടാരത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത്, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നല്ലവനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12:1 പറയുകയാണ്, ആകയാൽ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥമായ ആരാധന. നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥനയുടെ തുടക്കം, ഈ ആരാധനയോടുകൂടെ ദൈവത്തിൻ്റെ ഒരു സ്വർഗീയ ഒരു സാമീപ്യം ഇവിടെ ഉണ്ടാകാൻ, സ്വർഗീയ ആനന്ദം ഇവിടെ ഉണ്ടാകാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയാൻ തക്കവണ്ണം ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണഹൃദയത്തോടെ, പൂർണ്ണമനസ്സോടെ, പൂർണ്ണശക്തിയോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അധികം കുടുംബ തകർച്ച ഉണ്ടാക്കുന്ന പാപം മദ്യപാനമാണ്. മദ്യപാനവും മയക്കുമരുന്നും ഇന്ന് സമൂഹത്തിലെ, കുടുംബത്തിൽ ഉണ്ടാക്കുന്ന വലിയ ഒരു വിപത്ത്. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ കുടുംബങ്ങളെയാണ് തകർത്തെറിഞ്ഞിട്ടുള്ളത്. എത്രയോ കുഞ്ഞുങ്ങളുടെ വളർച്ചയാണ് മുരടിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ എത്രയോ അധികമായി അരക്ഷിതാവസ്ഥയും നാശവും വിതച്ചുകൊണ്ട് ഈ മദ്യപാനവും മയക്കുമരുന്നും പുകവലിയും ഒക്കെ വലിയ പാപത്തിൻ്റെ കെട്ടുകളാണെന്ന് തിരിച്ചറിയാതെ വീണ്ടും പാപത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന അനേക മക്കള്. ഈ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് നിത്യദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന, നിത്യരോഗത്തിലേക്ക് നയിക്കുന്ന, നിത്യനാശത്തിലേക്ക് നയിക്കുന്ന, എല്ലാവരും അറപ്പും വെറുപ്പോടെ കാണുന്ന, പലരും ഉപേക്ഷിക്കപ്പെട്ട് പോകുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ചേർത്ത് വെക്കാം. മദ്യപാനം വലിയ വിഷമാണ്, ഒരു പിശാചാണ്, ഒരു കെണിയാണ്. ഈ പാപത്തിൽ വീഴുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് കരുണയോടെ കാണാം. അതുപോലെ തന്നെ പുകവലി, ഈശോയെ, പുകവലിയും അതുപോലെ തന്നെ മയക്കുമരുന്നും, പാൻപരാഗ്, കറുപ്പ്, ഇങ്ങനെയുള്ള മറ്റ് വിഷവസ്തുക്കൾ ഉപയോഗിച്ച് തങ്ങളെ തന്നെ നശിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ഹാനി വരുത്തുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ഈ പ്രിയപ്പെട്ടവരെയെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ചേർത്ത് വെക്കാം. സ്വമേധയാ പലപ്പോഴും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഈ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഇവരോട് കരുണയാകണമെന്ന് പ്രാർത്ഥിക്കാം. ഇവരെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കാരുണ്യം മേൽ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശയ്യാ 1:18 അല്ലി ചെയ്തതുപോലെ വരുവീൻ നമുക്ക് രമ്യപ്പെടാം. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കും. അവ രക്തവർണ്ണമെങ്കിലും ഞാൻ കമ്പിളി പോലെ വെളുപ്പിക്കുമെന്ന് അല്ലി ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്ക് ഓർത്തുകൊണ്ട്, ആ വാഗ്ദാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും
സമൂഹത്തിന് നാശം വരുത്തുന്ന, കുടുംബസമാധാനം തകർക്കുന്ന, കുടുംബത്തിൽ പലപ്പോഴും അരിഷ്ടതാവസ്ഥയും ഭിന്നതയും കലഹവും അസമാധാനം ഉണ്ടാക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെയെല്ലാം ഈശോയുടെ കുരിശിൻ്റെ താഴ്വരയിലേക്ക് കുരിശുബലിയോട് ചേർത്ത് ആ കാൽവറി നാഥൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കുരിശിൻ്റെ ബലിയുടെ യോഗ്യതയാൽ ഈ പ്രിയപ്പെട്ട മക്കളൊക്കെയും തിരിച്ചു വരാൻ, മാനസാന്തരപ്പെടാൻ ദൈവമേ കരുണയാകണമെന്നേ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കാരുണ്യത്തോടെ ഇവരെ കണ്ടുകൊണ്ട്, ഒത്തിരി സ്നേഹത്തോടെ ഇവരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈരടികളോട് ചേർന്ന് കരങ്ങൾ കൂപ്പി ദൈവത്തെ നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. കരുണാമയ കനിയേണമേ, കാൽവരി നാഥ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. കരുണാമയ കനിയേണമേ, കാൽവരി നാഥ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. പ്രിയപ്പെട്ടവരെ, ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് നമുക്ക് ദൈവം ദാനമായി തന്നതാണ്. ആശയത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ എത്രയോ അധികം ജീവനാണ് ഹോമിക്കപ്പെടുന്നത്. ലോകമെമ്പാടും അനേക മക്കള് കൊന്നൊടുക്കപ്പെടുകയാണ്. ജീവന്റെ വില അറിയാതെ, ജീവൻ നൽകിയ സൃഷ്ടാവിനോട് യാതൊരു ബന്ധവുമില്ലാതെ നിഷ്ഠൂരമായ ഈ ക്രൂരകൃത്യം നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് കാണാം. ഭീകര പ്രവർത്തനങ്ങളായാലും മറ്റ് അക്രമ പ്രവർത്തനങ്ങളായാലും എത്രയോ അധികം ജീവനാണ് നശിപ്പിക്കപ്പെടുന്നത്. അമ്മയുടെ ഉദരത്തിൽ തന്നെ ഭ്രൂണഹത്യ നടത്തുന്ന മാതാപിതാക്കള്, അവരെ സഹായിക്കുന്ന ഡോക്ടർമാര്, നേഴ്സുമാര്, ഇവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ദൈവം നൽകിയ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ, പിഞ്ചോമനകളെ നിഷ്ഠൂരമായി വധിക്കാൻ ഒരു മടിയും കാണിക്കാത്ത മാതാപിതാക്കളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇവരോട് കരുണയായിരിക്കണമേ, ഇവരോട് സ്നേഹമാകണമേ, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ, കാൽവരി നാഥ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. ഒരിക്കൽ കൂടി കരങ്ങൾ കൂപ്പി ആഗ്രഹത്തോടെ കരുണാമയ കനിയേണമേ, കാൽവരി നാഥ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. യേശുവിന്റെ രണ്ടാമത്തെ വരവില് യേശുവിനോടുകൂടി, ശരീരത്തോടുകൂടി, ഒരു പുതിയ ശരീരത്തോടുകൂടി ഉയർപ്പിക്കപ്പെടേണ്ടവരാണ് നാം ഓരോരുത്തരും. ഈ ശരീരത്തെ മാന്യതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും മ്ലേച്ഛമായ പാപങ്ങൾ ചെയ്ത് ഈ ശരീരത്തെ അശുദ്ധമാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാം. ലൈംഗിക ആസക്തി കൊണ്ട് കുഞ്ഞുങ്ങളെ പോലും നശിപ്പിക്കുന്നവര്,
അതുപോലെ മറ്റ് പലവിധമായ പ്രവർത്തനങ്ങളിൽ, മ്ലേച്ഛകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കേണ്ടതാണല്ലോ. 1 കൊരിന്ത്യർ 3:16 ദൈവം അരുളി ചെയ്യുകയാണ്, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവം അതിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവന് ഞാനും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, അത് നിങ്ങൾ തന്നെയാണ്. എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് തിരിച്ചറിവില്ലാതെ മ്ലേച്ഛകരമായ പാപങ്ങൾ ചെയ്ത് ശരീരത്തെ മലിനമാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ സ്നേഹത്തോടെ, കരുണയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ കരുണയായിരിക്കണമേ, ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ സ്നേഹമായിരിക്കണമേ. യേശുവിന്റെ തിരുരക്തം കൊണ്ട് ഈ മക്കൾ ഓരോരുത്തരും കഴുകപ്പെടാൻ യേശുവിന്റെ കാൽവരി കുരിശിന്റെ ചോട്ടിലേക്ക് നമുക്ക് ഇവരെ ഓരോരുത്തരെയും സമർപ്പിക്കാം. മ്ലേച്ഛകരമായ പാപത്തിൽ മുഴുകി, ലൈംഗിക ആസക്തികൾക്ക് മുഴുകി, സ്വന്തം ശരീരവും നഷ്ടപ്പെടുത്തി മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ഈ പ്രിയപ്പെട്ടവരോട് നമുക്ക് കരുണയാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രടികൾ ഏറ്റുചൊല്ലിക്കൊണ്ട് ഒരു കൂടി കരങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, കർത്താവേ കരുണയായിരിക്കണമേ എന്ന് വേദനയോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ, കാൽവരിനാഥ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. ഒരിക്കൽ കൂടി കരുണാമയ കനിയേണമേ, കാൽവരിനാഥ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, പലവിധമായ പാപങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തെ കാർന്നു തിന്നുകയാണ്. അറിഞ്ഞോ അറിയാതെയോ പാപത്തിലേക്ക് വഴുതി വീഴുന്ന അവസ്ഥകൾ, പ്രത്യേകിച്ച് മനുഷ്യന്റെ സ്വാർത്ഥത, അഹങ്കാരം, സൃഷ്ടാവിനെ പോലും മറന്നുകൊണ്ട് അഹങ്കരിച്ച് നടക്കുന്ന മനുഷ്യന്, ഞാൻ എൻ്റേതാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന വലിയ അഹംഭാവത്തോടെ നടക്കുന്ന മനുഷ്യന്, അസൂയയോടെ മറ്റുള്ളവരെ കണ്ടുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുന്നവര്, നമുക്കറിയാം അസൂയ കടന്നു വരുമ്പോ, അസൂയ മൂത്ത് വലിയ പാപത്തിലേക്ക്, കൊലപാതകത്തിലേക്കൊക്കെ കടന്നു വരുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, അഹങ്കാരം, അസൂയ, ദുഷ്ടത, വഞ്ചന, അനീതി, അക്രമം, ഇത്തരത്തിലുള്ള അനേക പാപങ്ങള് നമ്മൾ ലാഘവത്തോടെ കണ്ട് സാരമില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്ന ഈ പാപങ്ങളിലൂടെയാണ് വലിയ വലിയ പാപങ്ങള് മനുഷ്യനിലേക്ക് കടന്നു വരുന്നത് എന്ന്, സാത്താൻ കെണിയൊരുക്കുന്നതെന്ന് അറിയാതെ ഈ പാപത്തിലേക്ക് വീണുപോകുകയാണ്. വഞ്ചനയുടെയും അനീതിയുടെയും കാപട്യത്തിന്റെയും പലവിധത്തിലുള്ള മുഖം കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവര്, ഈ കാപട്യത്തെ
നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇത്തരത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, ഇവരോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അഹങ്കാരവും അസൂയയും വെറുപ്പും വിദ്വേഷവും ദുഷ്ടതയും അനീതിയും കലഹവും ഭിന്നതയും എല്ലാം ഈ പ്രിയപ്പെട്ട മക്കൾ എടുത്തു മാറ്റുവാൻ കർത്താവേ, നിന്റെ തിരക്തം കൊണ്ട് ഇവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ, കാൽവരി നാഥ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. ഒത്തിരി വേദനയോടെ നമുക്ക് ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ, കാൽവരി നാഥ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തിലൂടെ 4:17 ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്: ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് വലിയ പാപമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മുമ്പിലൂടെ എത്രയോ വലിയ നന്മ ചെയ്യുവാനുള്ള അവസരങ്ങളാണ് കടന്നു പോയിട്ടുള്ളത്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ നന്മ കണ്ണിൽപ്പെടാതെ കാണാത്തവരെ പോലെ നടന്നു പോകുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ ബാസിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിക്കാത്ത അപ്പം അത് വിശക്കുന്നവന്റെയാണ്. നിങ്ങളെ കുടുംബത്തില് ഉപയോഗിക്കാത്ത വസ്ത്രങ്ങള് നഗ്നരായി നടക്കുന്നവരുടേതാണ്. നിങ്ങളുടെ 2 ചെരുപ്പുകൾ നിഷ്പാതുകരുടേതാണ്. നിങ്ങളുടെ അലമാരിയിൽ പൂട്ടി വെച്ചിരിക്കുന്ന പണം ദരിദ്രന്റേതാണ്. അത് നീ മറ്റുള്ളവർക്ക് കൊടുക്കുകയും അവരെ കരുതുകയും അവരോട് പങ്കുവെക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന നന്മ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക. അപ്പോഴാണ് പാപം നമ്മളിൽ നിന്ന് വിട്ടുപോകുക. പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യാനുള്ള അവസരങ്ങള് നഷ്ടപ്പെടുത്തിയ എല്ലാ നിമിഷങ്ങളെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് ഈ പ്രിയപ്പെട്ട മക്കളെയെല്ലാം നന്മ ചെയ്യാതെ സ്വാർത്ഥതയോടെ നടക്കുന്ന, മറ്റുള്ളവരെ കാണാതെ കരുതാതെ അവനുമായി പങ്കുവെക്കാതെ നടക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരുണയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ, കാൽവരി നാഥ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, പാപബോധമില്ലാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ തിന്മ. വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ അരുളി ചെയ്തു, പാപബോധമില്ലാത്ത അവസ്ഥയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പാപം. കഠിന പാപങ്ങൾ പോലും ചെയ്തിട്ട് ലാഘവത്തോടെ നടക്കുന്ന, യാതൊരു മനഃശാഞ്ചല്യമില്ലാതെ നടക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ വലിയ കാരുണ്യത്തിനായിട്ട് നമുക്ക് അവരെ വിട്ടുകൊടുക്കാം. ദൈവസ്നേഹം അവരിൽ നിറയട്ടെ, പുതിയ മാനസാന്തരം ഉണ്ടാകട്ടെ. ദൈവകരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ദൈവസന്നിധിയിൽ ഈ പാപി മുട്ടുമേൽ നിന്നുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നെഹമ്യ യെരൂശലേമിന്റെ മതിൽ തകർന്നപ്പോൾ പാടി പ്രാർത്ഥിച്ചതുപോലെ, വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ഒരു ലൈൻ നമുക്ക് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ, കാൽവരി നാഥ കനിയേണമേ, കരുണയായി
ഞങ്ങളിൽ കരുണയായിരിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിൽ കേട്ടിരിക്കുന്നു, ഉത്തരം നൽകുന്നു എന്ന വലിയ ബോധ്യത്തോടെ വിശ്വാസത്തോടെ സ്നേഹബഹുമാനപ്പെട്ട വൈദികന്റെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ഈശോയെ, പാപികളായ ഞങ്ങളെല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുവല്ലോ. ഞങ്ങളുടെ മാനസാന്തരം, ഞങ്ങളുടെ തിരിച്ചുവരവ് അങ്ങ് ആഗ്രഹിക്കുന്നു. ധൂർത്തപുത്രൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന പിതാവിനെ പോലെ, കാണാതായ ആടിനു വേണ്ടി അന്വേഷിച്ചിറങ്ങുന്ന ഇടയനെ പോലെ, നഷ്ടപ്പെട്ട നാണയം വീണ്ടെടുക്കുവാൻ വേണ്ടി വീട് അടിച്ചുവാരി വൃത്തിയാക്കി അന്വേഷിക്കുന്ന സ്ത്രീയെപ്പോലെ ഞങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയെ, ഞങ്ങളിലെ പാപവും വീഴ്ചയുമെല്ലാം തിരിച്ചറിഞ്ഞ് ധൂർത്തപുത്രൻ്റെ മനോഭാവത്തോടെ തിരുസന്നിധിയിലേക്ക് അണയുവാൻ, ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പപേക്ഷിക്കുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. മാനസാന്തരപ്പെട്ടത് അങ്ങയിലേക്ക് തിരിയുന്ന എല്ലാവരെയും സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന അങ്ങയുടെ കാരുണ്യാതിരകത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പാപി നശിക്കണമെന്നല്ല, രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈശോയെ, അങ്ങയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ പാപികളാണെന്ന്, ഞങ്ങൾ കുറവുകളുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാവുക. അങ്ങയുടെ മുമ്പിൽ നിന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. പീഡകനായ സാവൂൾ അങ്ങയുടെ മുമ്പിൽ നിന്നപ്പോൾ കർത്താവ് അവനെ വീണ്ടെടുക്കുകയാണ്. ചുങ്കക്കാരനായ സക്കവൂസിനെ വീണ്ടെടുത്ത കർത്താവ്, സക്കവൂസിനെ മാത്രമല്ല അവൻ്റെ കുടുംബത്തെ വീണ്ടെടുത്ത കർത്താവ് നമ്മളെയും വീണ്ടെടുക്കാൻ, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പാപബോധത്തോടെ അവിടുത്തെ സന്നിധിയിൽ അണയാം. കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ കനിയണമേ എന്ന ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥന അവിടുത്തെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പാപത്തിൻ്റെ വഴിയിൽ നടക്കുന്ന, ജീവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കെല്ലാവർക്കും മാനസാന്തരത്തിന് വരം നൽകി അനുഗ്രഹിക്കണമേ, അവരെ വീണ്ടെടുക്കണമേ, രക്ഷയുടെ പാതയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമായി നമ്മളെയും ലോകം മുഴുവനെയും പാപവഴികളിൽ ചരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.